എന്നാ കിട്ടാ മതിയല്ലോ ഞാൻ എന്നൊക്കെ എടുത്തു വെക്കാൻ തന്നെ. ഹായ് ഗൈസ്, ഞങ്ങൾ കൽപ്പാത്തി പോകുന്ന ഇപ്പോൾ സമയം 6:42. 7:15 ട്രെയിനിനാണ് നമ്മൾ പോകുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യം ഞാൻ ഇത് പറഞ്ഞു. സ്ഥലം കൂടെ 2 രൂപ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. സ്ഥാനാർത്ഥികളൊക്കെ കൂട്ടിച്ചോ. നമുക്കിവിടെ ഫോട്ടോ മതി അല്ലേ? അപ്പോൾ നടന്നു പറ്റുന്ന ഈസ്റ്റേക്ക് പോലെ ബാഗിൽ നല്ല വെയിറ്റ് ഉണ്ട്, സൈഡ് വേദനയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഏജുവിന് സുഖമില്ല, ഏജുവിന് വയറുവേദനയാണ്. എങ്ങനെ അവിടെ വരെ എത്തുമെന്തോ. ഏജുവിന്റെ ശരിക്കുള്ള അസുഖം എന്താന്ന് പറഞ്ഞിരുന്നു. പച്ച പിടിച്ച ട്രെയിന് വളയൊക്കെ ഇട്ട് ഇറങ്ങിക്കുന്നത്. ഫോണൊക്കെ പെടുത്തോണ്ട് പോവാരെങ്കിലും. ഇതെന്താ ഫ്രണ്ടിലത്തെ അത് രണ്ടാണോ? ഇത് ജനറലാണോ? ഇതിന്റെ മോള് ബോർഡൊന്നും ഇല്ലേ? ഇതിനല്ലേ ട്രെയിൻ? തിരക്കില്ല ഗൈസ്. ഭയങ്കര വൃക്ഷ സാറിനൊക്കെ ഏത് സാറ് വൃത്തിയായിട്ടാണെന്ന് ഗൈസ്. ഭയങ്കര വൃത്തിയായിട്ട സ്മെല്ലാണ് ഇവിടെ, സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വൃത്തിയായിട്ട ട്രെയിനാണിത്. ഇത് ഞങ്ങള് കുപ്പിവളൊക്കെ ഇട്ട് എസ്തറ്റിക് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2 പച്ചവളയിൻ്റെ ഉള്ളിൽ കുടിക്കുമ്പോഴേക്ക് ട്രെയിൻ എടുത്തു. നമ്മൾ പോകാൻ തുടങ്ങി. ഞങ്ങൾ പാലക്കാട് എത്തി. ഒരു ഉറക്കത്തിന് ശേഷം ഞാൻ കുറച്ച് ഉറങ്ങി, അവൾ നല്ലപോലെ ഉറങ്ങി. ഞാൻ കുറച്ച് ഉറങ്ങി, ഞാൻ ക്ഷീണിച്ച് പോയി. ഇനി ഒന്നുകൂടെ റെഡി ആയിട്ട് വേണം പോവാൻ. ഇത് കുറേ നടക്കാനുള്ള ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു. നമ്മളിനി ഉപ്പരീൻ്റെ വീട്ടിലേക്ക് പോവാം. എവിടെയാ പോവാം? രാവിലെ ഇവിടെ എത്തിയിട്ട് ഇപ്പോഴാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. പറ. എന്റെ വീട്ടിലാണ് ഇവർ നിൽക്കുന്നത് ഗൈസ്. ഞാൻ സ്വന്തം PG അല്ല വീട്. ഇനി രാവിലെ വന്ന് ഞങ്ങൾ ഉറങ്ങി. കുബിരി ഞങ്ങൾക്ക് വേണ്ടി ചോറ്, ചിക്കൻ കറി, പിന്നെ
തൈരിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക് യു കുബി ചേച്ചി. ഔട്ട്ഫിറ്റ് കാണിക്കും. ഞങ്ങളെല്ലാവരും ഒരുങ്ങി ഞങ്ങൾ വന്ന അതേ ഡ്രസ്സാണ്. നമുക്ക് പോവാം ഗൈസ്. ഗൈസ് നമ്മൾ പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ നടക്കുകയാണ്. ഇതാണ് പാലക്കാട് ഡോൺ. കുറച്ച് കാലം കോഴിക്കോട് ഡോൺ ആയിരുന്നു, അപ്പം അത് മാറി. ഞങ്ങൾ പിന്നെ സിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര അതെ. അതെന്താ ഹെന്നാണോ? ഞങ്ങള് കൊച്ചി സിറ്റിന്ന് വരുമല്ലേ. ഞങ്ങളുടെ സിറ്റിയിലൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ പൈപ്പൊക്കെ നോക്ക്. ഞങ്ങളുടെ സിറ്റിയിൽ ഇങ്ങനെയൊന്നുമില്ല. അമ്മ ഒരു വട്ടീൽ എന്തായാലും ഇങ്ങനെ ഇത് ലോട്ട്സ് ഓഫ് നിത്യ കല്യാണി. ബ്ലസ് ചെയ്തല്ലേ. ഞങ്ങളിപ്പോൾ എത്താറായി. ഞങ്ങളിപ്പോൾ കൽപ്പാത്തി ആഗ്രഹത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. അപ്പുറത്തെ സൈഡിൽ നിറയെ ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ തഞ്ചാവൂര് പോയിട്ടേ എത്തി. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. മനസ്സിലുള്ള സ്ഥലമാണോ എന്ന് ആർക്കറിയാം. വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്. അതുപോലെയാണെന്ന് ഇവിടെ പറയാം. അതുപോലെ വീഡിയോ എടുത്ത ചീത്തനും കത്തിലായിരിക്കില്ല. നമ്മുടെ എസ്തറ്റിക് അമ്മാമ്മമാരെയൊക്കെ കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ വീടുകൾ. സെയിം സ്ഥലമായിരിക്കും. മറ്റേ കോലമൊക്കെ വരച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലമൊക്കെ തന്നെയാണ്. പക്ഷേ ഫോട്ടോ എടുക്കണം എന്നൊക്കെയാണ് നമ്മുടെ ഇത്. നടന്നാൽ മതി. ഓരോ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ മറ്റേ കോലം. ഞാൻ വെച്ച് ചീത്തൊക്കെ ഒന്ന് ഉപരിയാണോ ഇന്ന് വാങ്ങിക്കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് വാ. ഇവിടെ റോട്ടിൻ്റെ നടുക്ക് മറ്റേ കോലൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. ഈ ചേച്ചി അടുത്ത് ചീത്ത വെക്കുന്നവരെ ഞാൻ എടുക്കും. ഈ ചേച്ചി അടുത്ത് ചീത്ത വെക്കുന്നവരെ ഞാൻ എടുക്കും. അവനൊന്ന് എണീച്ചു. എന്തായാലും ഗൈസ് നമ്മൾ റീൽസ് കണ്ടുകൊണ്ടുള്ള സ്ഥലം ഇത് രാത്രി ആകുമ്പോഴത്തേക്ക് രസമാണ്. അവിടെ അതാണ് രഥം. ഇതെല്ലാവർക്കും അറിയായിരിക്കും, നമുക്കത് അത്ഭുതം. ഈ ഏരിയയിൽ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഏരിയ എത്തിയിട്ടുണ്ട്. നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അല്ലേ? വാങ്ങാൻ എത്രയാ ചോദിച്ചു? 60 പൈതൃക ഗ്രാമം എന്നുള്ള സ്ഥലം. എല്ലാവരും ക്യാമറയും കൊണ്ടാണ് ഗൈസ് ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ തേരിൻ്റെ അടുത്ത് എത്തി. ബിഗ് തേര്. ഇവിടെ നിറയെ ആൾക്കാരാണ്.
പാലക്കാട് ഡോൺ നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. അത് മതിയായിരുന്നു. ആ മൈലാഞ്ചി പണ്ടത്തെ മുട്ടായിക്കട. ശരിയാ. പുളിയച്ചാർ എത്ര ചോദിക്കും? പിന്നെ എത്ര ചോദിക്കും ചേട്ടാ? അതിന് ഞങ്ങള് കയ്യില് മൈലാഞ്ചി ഇടാൻ വന്നു. ഇതൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇടുവോ? കണ്ടാട്ടാ കൈ മാത്രമുള്ള ചേച്ചി, മുഖമൊന്നും ഇല്ല. പ്രശസ്തി ഞങ്ങൾക്ക് യൂട്യൂബ് മുഖം വേണ്ടല്ലോ, കൈ മാത്രം പോരെ. ഫേവറേറ്റ് സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്താണത്? നമ്മുടെ കുപ്പിവള. നമുക്ക് നോക്കാം. ലോട്ട്സ് ഓഫ് കുപ്പിവള. ഇതിനൊക്കെ പൈസ വിൽക്കുന്ന ചേട്ടൻ. നിനക്ക് വേണോ കുപ്പിവള? വേണ്ട, ഏതെങ്കിലും ഒരു കളർ എടുത്തോ. ഞാൻ ഈ മിക്സ് ആയിട്ടുള്ള ഈ 2 കളറാണ് വാങ്ങിയത്. ഏത്? ഇത് കുറച്ചുകൂടി എനിക്ക് മീൻ പൊരിക്കാം. ഇപ്പം അമ്പലത്തിനുള്ളിൽ കയറിയില്ല. വരുന്ന വഴിക്ക് ഒരു ചെക്കൻ എന്നെ ചേച്ചിന്ന് വിളിച്ചു. ഇഷ്ടപ്പെട്ടില്ല. കണ്ടോ, കൈ നിറയെ ഞങ്ങൾക്ക് സാധനങ്ങളാണ്. നിറയെ കുപ്പിവള. ഞങ്ങൾ നിറയെ കുപ്പിവള. നമ്മളിപ്പോ എവിടെ എത്തി? ഞാൻ മാത്രം മഞ്ഞപ്പൊടി പ്രസാദം എടുക്കാൻ വേണ്ടി പോയി. മൂക്കമല മുടക്കി ഞാൻ ബ്ലഷ് ഇട്ടതാ, മഞ്ഞ ബ്ലഷ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകണം. അമ്മേ, ഇതിന്റെ കഴുത്തിലൊക്കെ ഉണ്ടായിരുന്നോ? അമ്മേ ഭഗവതി, അടി കിട്ടപ്പെടുന്നപ്പോ ആൾക്കാരെടുത്തത്. ഇവിടെ ഭയങ്കര തിരക്കാണ്. കാണിച്ചു തരാം ഇവിടുത്തെ ക്രൗഡ്. ഇംഗ്ലീഷ് ഏതാ? ഇവിടെ ഭയങ്കര ക്രൗഡാണ് ഗൈസ്. ഇവിടെ അമ്പലത്തിലേക്ക് നടയിലേക്ക് കയറാനുള്ള തിരക്കാണിത്. പക്ഷെ ഇത്രയും വരിക്ക് നിൽക്കേണ്ട ഉള്ളതുകൊണ്ട് ഞങ്ങൾ കയറുന്നില്ല. നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടി പോവാണ്. തവണത്തെ മുരളി കഫേയിലാണ് വന്നിരിക്കുന്നത്. ഇത് പൂട്ടിയതാണോ? പൂട്ടിയ കടയിലാണോ കഴിക്കാൻ പോകുന്നത്? സോറി ഗൈസ്, അവിടെ പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ പോവാം. ഇത് റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കടയാണ് മുരളി കഫേ. പക്ഷെ അത് തുറന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ പോയാലോ? അതാ ഫിൽറ്റർ കോഫി. നാളെ പോവാം. നമുക്ക് എവിടെ നിന്നാലും ഫിൽറ്റർ കോഫി കിട്ടിയാൽ പോരെ. അതേതൊരു ചെത്ത് പോലീസുകാരൻ. ആ പോലീസുകാരനെ കണ്ടോ? പോലീസുകാരനെ കണ്ടോ? നോക്കണ്ടേ? നല്ല രസമുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഓർഡർ ചെയ്തിട്ട് വരാം. ദൈവം, ഇതെങ്ങനെ വേണ്ടുള്ള പോവാ? നമ്മൾ റീൽസിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല തിരക്കാണ്.
നല്ലൊരു ഇതായിട്ടുണ്ട്. നമ്മൾ അവിടെ പോകത്തില്ല. കോഫി പറഞ്ഞിട്ട് നേരെ ഇതിനൊരു അന്ത്യമില്ല. നെക്സ്റ്റ് റൗണ്ട് അവള് മുപ്പിന് മുഴുവൻ തന്നാ ഞങ്ങളിപ്പോ ഇവിടെ കുറച്ചു നേരം നിന്നു, കുറെ സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇറങ്ങി വരും. ഫോണിലൊക്കെ ചാർജ് തീർന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിത്തെ ഇവിടുത്തെ വൈബ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരും. ബൈ ഗൈസ്. ഞങ്ങൾ പിന്നെയും തിരിച്ചെത്തി. ഒരു ലോക മഹായുദ്ധം കീഴടക്കിയിട്ടുള്ള വേണത് ഇനിയും തുടരും. നമ്മൾ വീണ്ടും നേരത്തെ വന്ന സ്ഥലത്ത് തന്നെ വന്നു. വീട്ടിൽ പോയ വൈബൈ പാത്രമൊക്കെ ഇറക്കി വെച്ചിട്ട്. നാളെ ഇവിടെ ഫുഡ് ഉണ്ടോ? 100 രൂപയോ? തേജ് കൈ നോക്കാൻ പോവാണ് ഗൈസ്. കൈക്ക് രേഖ നല്ലത്, ലക്ഷണം നല്ലത്, ആയുസ് 100 ആയുസ് വരും. നമ്മുടെ സ്വഭാവം കേട്ടോ, സമേന സ്വഭാവം ഇണങ്ങിയാൽ വിളക്കം കിട്ടിയ കൈ ഒരു ജീവൻ തോന്നിയാൽ എല്ലാ പണിയും ശരിയായിട്ട് ലക്ഷണം. വീട്ടിലേക്കല്ല അലങ്കാരം കിടക്കണം. അന്യനാട്ടിലേക്ക് വിരുന്ന് പോകാൻ മുറ്റത്തെത്തിയാണ്. നല്ലൊരു ജോലി കിട്ടാൻ പോകണമെന്നല്ല പഠിച്ചിട്ട് ഒരു മാറ്റം നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പോയി തിരിച്ചു വന്ന കടയിലേക്ക് ഒന്നും കൂടെ പോയി നോക്കാൻ പോവാം. അന്ന് ശശിയായി നേരത്തെ. അതെ, ഇപ്പൊ ഒന്നും കൂടെ അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും നടക്കുമോ നോക്കാം. ഇവിടെ പിന്നെയും പകുതി വരെ അടച്ചിട്ടേക്കാണ് കൈ. ഇത് ഇത്രേ തുറക്കുള്ളൂ. ഇത് അടയ്ക്കാൻ പോവാണോ? അവിടെ നിന്ന് കഴിക്കാനുള്ള ഭാഗ്യശാശികൾ. അത് 8 മണിക്ക് ആളെങ്കിലും ഞാൻ 8 മണിക്ക് പൂട്ടില്ല. സാധനം തീർന്നു പോയതാ ഗൈസ്. എപ്പോഴേലും ആരെങ്കിലും വരുവാണെങ്കിൽ അത് വേഗം എന്താ പറയാ, തുക്ക് കേട്ടോ, തുക്ക് ഗൈസ്. ഇവര് കരിമ്പൻ ജ്യൂസ് കുടിക്കുകയാണ് ഗൈസ്. ഇഞ്ചിയൊന്നുമില്ല. പക്ഷെ നല്ല ഗൈസ്, എന്റെ ഫേവറേറ്റ് ഒക്കെ ഞാൻ മറ്റേ ഇവിടുന്ന് ഞാൻ മാത്രം ഇപ്പോഴും ഞാൻ അവനോട് പറഞ്ഞു 36 കൊള്ളാലേ അപ്പു. ഞങ്ങളെല്ലാം കഴിഞ്ഞിങ്ങനെ നടക്കുക.
നല്ല ടേസ്റ്റ്. ഒറ്റൊരു പീസുകൾ അതെന്താ കൊച്ചിയിൽ അങ്ങനെ ഫേമസ് ആയിട്ട് അപ്പൊ നമുക്ക് കൊച്ചിയിൽ എത്തിയിട്ട് കൊച്ചിയിൽ കിട്ടില്ല അമ്മട്ട് കണക്ക്. കൊച്ചിയിൽ ഞങ്ങൾ കഴിച്ചില്ല, ഞങ്ങൾ പാലക്കാട് വരേണ്ടി വന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോഴും നല്ല തിരക്കാണ്, ഇവിടെ നല്ല തിരക്കാണ് ഗൈസ്. വെറുതെ ഇങ്ങനെ നടക്കുക. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ പാർട്ടി വ്ളോഗ് ഇവിടെ തീരുവാണ്. ബൈ.